ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആറ്റിൽ ഇന്ന് വലയിട്ടിട്ടുണ്ട്. നമുക്ക് വലയൊന്ന് വലിക്കാം. മീൻ എന്തുമാത്രം ഉണ്ട്, എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം. വാ. നമ്മൾ ഒരു വല നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെയായി കെട്ടിയിരിക്കുന്നത്. ഒരു വല ഇവിടെ കെട്ടിട്ടുണ്ട്. ഇത് 50 mm വലയാണ് നമ്മൾ ഈ ഇട്ടിരിക്കുന്നത്. നോക്കാം. മീനെല്ലാം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. സാവു വീശാൻ പോയതാ. നോക്കാം അവന് എന്തുമാത്രം മീനുണ്ടെന്ന്. മീനൊന്നുമില്ല. എന്താ സാവു വീശിയ തൂളിയ ഒന്ന് പൊക്കി കാണിച്ചില്ല. വേണ്ട, മുഴുവൻ തൂളിയ. കിളി വിലയ്ക്ക് വീശുന്ന, ചുമ്മാതെ വീശിയതാണ്. തുളി മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുറുവായും ഇല്ല, ഒന്നുമില്ല. നമുക്ക് വല വലിച്ചു നോക്കാം വല്ലതും ഉണ്ടോന്ന്. 50 mm ഒന്നുമില്ല. ഇത്രയും വല വലിച്ചിട്ട് നമ്മുടെ വലയിൽ ഒരു മീൻ പോലും വന്ന് ഉടക്കിയില്ല. മീനില്ല. സാവു ഈ മറയത്തൊക്കെ വലയ്ക്ക് വീശിയതാ. ഇത്ര നേരം വലിച്ചൊരു കുറുവ, ഒരു കുറുവയെ കിട്ടി. മീനില്ല. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മീനില്ലാഴികയാണ്. ബോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വല വലിക്കാം. നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. നല്ല സ്പീഡിലാണ് വരുന്നത്. നമ്മളിവിടെ എറമ്പ് സൈഡിൽ കിടക്കാം. ആ ബോട്ടിന് നല്ല ഓളമുള്ള ബോട്ടാണ്. ബോട്ടിലൊന്നും ആരും ഇല്ല. നമുക്ക് അടുത്ത വല എടുക്കാം. ഈ ഓളം പോയിട്ട് നമുക്ക് അടുത്ത വല എടുക്കാം. ബോട്ടിന് നല്ല ഓളോ നമുക്ക് ഈ മീനെ ഊരി ബോട്ടിടാം. ഇവിടെ കെട്ടിയിരിക്കുന്നു. മീനുണ്ട്.
നമ്മൾ വല ക്രോസ് ചെയ്തിരിക്കുകയാണ് കരയ്ക്കരി. രണ്ട് മീനേ വന്നുള്ളൂ. നോക്കാം. ഒരു കുറുവായുടെ ഒരെണ്ണം കൂടെ കിട്ടി. കാരണം നടുക്ക് ഭാഗത്തെങ്ങും ഇല്ല, കുറുവ ഇല്ല. അതാണ് അരളിക്കകത്തിലാണ് നമ്മളിവിടെ വലയിട്ടിരിക്കുന്നത്. വല വലിച്ച് തീർന്നു. ഇതേ കിട്ടിയത് 4 കുറുവ. നമ്മൾ ഒരു വലയോടെ ഇട്ടിട്ടുണ്ട്, അതിൽ വലിച്ച് നോക്കാം. ഈ മീൻ കിട്ടിയ മീൻ ഇതിനെ എടുത്തിടാം. നമ്മൾ 2 വല വലിച്ചപ്പം അത്രയും കുറുവ കിട്ടി. ഇനി ഈ വല നമുക്ക് കെട്ടി കറിക്കോട്ട് വെച്ചിട്ട് അടുത്ത വല വലിക്കാം. വല നിറച്ച് അഴുക്കാം. ഈ വല നമ്മൾ ചുമ്മാതെ ഇങ്ങനെ കറക്കിയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആദ്യത്തെ ഒരു കുറുവ കിട്ടിയിട്ടുണ്ട്. എന്താ വല വലിച്ച് നോക്കിയിട്ട് നമുക്ക് കറി വെക്കാനുള്ള മീനുണ്ട്. പക്ഷെ ഇത്രയും വല നമ്മൾ ഇട്ടിട്ട് കിട്ടിയ മീനാണിത്. ഉണ്ടോ? ഈ വലയും വലിച്ചു തീരുക. മീനിൻ്റെ ലഭ്യത തീരെ കുറവാണ്. നമുക്ക് ഇത്രയും മീൻ നമുക്ക് കറി വെക്കാനുള്ള മീൻ കിട്ടി. പക്ഷെ കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളിത് കറിക്കോട്ടെടുക്കട്ടെ. വീട്ടിലോട്ടെടുത്ത് ഈ വലയൊക്കെ ഇറക്കി വെക്കാം. കാത്തും അമ്മിണിയും രാമനും ഒക്കെ വന്നിട്ടുണ്ട്. രാമൻ വന്നിരിക്കുന്ന നമ്മുടെ വലയിൽ എന്തുമാത്രം മീൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനാണ്. രാമാ വാ 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 ഇനി വാ ഇനി വാ. രാമനെ വള്ളത്തെ കയറ്റാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ രാമനെ വള്ളത്തെ കയറ്റുന്നില്ല. വള്ളത്തെ കയറ്റിയാൽ അവന് നമ്മളെ വള്ളത്തെ കയറി എങ്ങോട്ട് പോയാലും ഇവൻ ചാടി കയറും. ഇതുകൊണ്ട് അവനെ വള്ളത്തെ കയറ്റി പഠിപ്പിക്കുന്നില്ല. കരയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ ഈ മീൻ എടുക്കാം. ഇപ്പോഴത്തെ മീൻപിടുത്തത്തിൻ്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്. എന്താ കിട്ടിയ മീൻ ഏതായാലും നമുക്ക് കറി വെക്കാനുള്ള മീനുണ്ട്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ വലയിട്ട് ഇട്ടിരിക്കുന്നത് 6 മീനാണ്. അപ്പം നേരത്തെ നമ്മൾ വലയിട്ട് ഇപ്പം 3-4 കുറുവായി ഉണ്ടായിരുന്നു. നമ്മളിതിനെ ജീവനോടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് കറി വെക്കാൻ ഇത്രയും മീൻ പോരാ. അപ്പോൾ നമുക്ക് ഈ മീനൂടെ എടുക്കാം. ഇത് 3-4 കൊണ്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യം പോലെ കറി വെക്കാം. വള്ളത്തേൽ കുടഞ്ഞിടാൻ നോക്കുമെന്ന് തോന്നുന്നു. ധരിക്കാൻ ഒക്കത്തില്ല. കണ്ടോ? ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മീനായില്ല. നമ്മൾ
വലയിടുമ്പോൾ കുറച്ച് മീൻ കിട്ടി ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വല കെട്ടി ചരുവത്തിനകത്ത് ഇടും വെള്ളത്തിൽ. അങ്ങനെ ഇട്ടിരുന്നതാണ്. ഇപ്പം നമുക്ക് ആവശ്യം പോലെ കറി വെക്കാനുള്ള മീനായി. അപ്പം നമുക്ക് ആവശ്യം പോലെ മീൻ കറി വെക്കാൻ മീനായി. ഉണ്ടോ?